ഹായ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മുടെ ഇഗ്നോ എക്സാംസ് ഒക്കെ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും എന്നറിയാം. സോ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിനൊക്കെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. സോ ഈ വീഡിയോ നമ്മള് സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാർട്ട് 1 അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡൈനാമിക്സ്. അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോ യുവർ എക്സാം സ്ട്രക്ചർ. എന്താണ് എക്സാം സ്ട്രക്ചർ? നമുക്കറിയാം നമ്മുടെ ലിറ്ററേച്ചർ പേപ്പേഴ്സിൽ ഫുള്ളും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. അതായത് ഇപ്പൊ തീം ബേസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലിറ്ററേച്ചർ പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഴുതേണ്ടി വരും. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെങ്തി എസ്സേസ് ആയിരിക്കും നമുക്ക് എഴുതേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വർക്ക് എടുത്ത് പഠിക്കുമ്പോഴും ആ ഒരു വർക്കിന്റെ സോഷ്യൽ കൾച്ചറൽ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടും കൂടി പഠിക്കാം. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് എഴുതുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ. എന്താണ് ക്രെഡിറ്റ്? നമുക്ക് ടോട്ടൽ 10 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ 6 കോർ പേപ്പേഴ്സും 4 ഇലക്ടീവ് പേപ്പേഴ്സും. ഇലക്ടീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ 6 കോർ പേപ്പേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു 6 കോർ പേപ്പേഴ്സിനാണ്. ആൻഡ് അതിനകത്തും ഏറ്റവും കൂടുതൽ ഹൈ ക്രെഡിറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അമേരിക്കൻ ലിറ്ററേച്ചർ പേപ്പർ കോഡ് വരുന്നത് BEGC 105ഉം അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറും അതിന്റെ പേപ്പർ കോഡ് വരുന്നത് BEGC 109. സോ ഈ രണ്ട് പേപ്പേഴ്സ് ആണ് നമ്മുടെ കോർ പേപ്പേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും ഈ രണ്ട് പേപ്പേഴ്സിന് തന്നെയായിരിക്കും. ആൻഡ് ബാക്കിയുള്ള പേപ്പേഴ്സിന്, അതായത് ഇന്റർ ഡിസിപ്ലിനറി ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പേഴ്സിന് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാം. ദെൻ കംസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. നമുക്കറിയാം ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എപ്പോഴും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. കാരണം ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പഠിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, എന്ത് പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. പാർട്ട് 2ലേക്ക് വരുന്ന സമയത്ത് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് ടോട്ടൽ 6 കോർ പേപ്പേഴ്സും അതുപോലെ തന്നെ 4 സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സും ആയിട്ടാണ് വരുന്നത്. നമ്മുടെ കോർ പേപ്പേഴ്സിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. സോ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വാൾട്ട് വിറ്റ്മാന്റെയും അതുപോലെ ഡിക്കിൻസന്റെയും ഹെമിംഗ്വേന്റെയും ഒക്കെ വർക്കാണ് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തീംസ് ആയിട്ട് മേജർലി ഇൻഡിവിജ്വലിസം, അമേരിക്കൻ ഡ്രീം, റേഷ്യൽ ഐഡന്റിറ്റി, ഇത്തരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് ആണ് നമ്മുടെ ഈ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. ആൻഡ് ഈ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് തരാൻ പറ്റിയ ഒരു സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മേജർ ആയിട്ടും ഇതിലത്തെ തീംസും അതുപോലെ തന്നെ പാസേജസും നോക്കി വേണം പഠിക്കാൻ. അതുപോലെ തന്നെ ലിറ്റററി മൂവ്മെന്റ്സ്, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ലിറ്റററി മൂവ്മെന്റ്സിന്റെ ഒരു കമ്പാരിസൺ പോലെയൊക്കെ പഠിച്ചു വെക്കാൻ നോക്കുക. അങ്ങനത്തെ ഏരിയാസിൽ നിന്നിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി വരുന്ന നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. BEGC 106 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ ജോൺറേസ് വരുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ ആയിക്കോട്ടെ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ജോൺറേസ് ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് അഗത ക്രിസ്റ്റയുടെയും അതുപോലെ തന്നെ JK റോളിന്റെയും ബാക്കി പോപ്പുലർ ഓതേഴ്സിന്റെ ഒക്കെ വർക്ക്സ് ഇതിനകത്ത് പഠിക്കാൻ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ തരാൻ പറ്റിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മെയിൻ ആയിട്ടും ആ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഇതിലത്തെ വർക്ക്സ് അനലൈസ് ചെയ്യുക. ആ ഒരു വർക്ക് എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന അപ്പത്തെ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോപ്പുലർ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ബാക്കി ലിറ്റററി ഫിക്ഷൻസ് ഒക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വിത്ത് എക്സാമ്പിൾസ്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്.
Then comes our British poetry and drama. British poetry and drama ന്റെ പേപ്പർ കോഡ് വരുന്നത് BGC 107 ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ബ്ലേക്കിന്റെയും കീറ്റ്സിന്റെയും അതുപോലെ ഷെല്ലിന്റെയും ഒക്കെ പോലെയുള്ള ഓതേഴ്സിന്റെ വർക്ക് ആണ് പഠിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെയും മാർലോന്റെയും ഡ്രാമാസും പഠിക്കാൻ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം ഇതിന്റെ അകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത് ലവ്, അംബിഷൻ, ഹ്യൂമൻ ഫ്ലോസ് ഒക്കെയാണ് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പോയറ്റിക് ടെക്നിക്സ്, പോയറ്റിക് ഡിവൈസസ്, അതുപോലെ തന്നെ ഡ്രമാറ്റിക് ടെക്നിക്സ്, സോളിലോക്കീസ്, ഡയലോഗ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഡ്രാമ വരുന്നതുകൊണ്ട് ക്യാരക്ടർ അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ കുറിച്ച് നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഡ്രാമാറ്റിക് ടെക്നിക്സ്, പോയം വരുന്ന സമയത്ത് പോയറ്റിക് ഡിവൈസ്, ടെക്നിക്സ്, റൈറ്റിംഗ് സ്റ്റൈൽസ്, ഇക്കാര്യങ്ങളും തീംസും. പോയം എന്ന് പറഞ്ഞ സമയത്ത് മേജർ ആയിട്ട് തീംസ്, ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഇനി വരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th സെഞ്ചുറി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. BGC 108 ആണ് ഈ പേപ്പറിന്റെ പേപ്പർ കോഡ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റൈറിക്കൽ വർക്ക്സ് ആണ് കാണുന്നത്. ജൊനാഥൻ സ്വിഫ്റ്റിന്റെയും അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പിന്റെയും സെറ്റൈറിക്കൽ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് റൈസ് ഓഫ് ദ നോവൽ വിത്ത് ഓതേഴ്സ് ലൈക്ക് ഫീൽഡിംഗ് ആൻഡ് ഡീഫോ, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ആൻഡ് ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ആ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എത്രത്തോളം നമ്മൾ 18th സെഞ്ചുറി ലിറ്ററേച്ചറിനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നന്നായി അറിഞ്ഞിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള തീംസും ആൻഡ് സോഷ്യൽ ക്രിട്ടിക്ക്, ഈ ഒരു നോവൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ ക്രിട്ടിക്ക് ആവുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്ന പേപ്പറാണ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. പേപ്പർ കോഡ് വരുന്നത് BGC 109 ആണ്. ആൻഡ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന കുറച്ച് ഓതേഴ്സ് ഒക്കെ ഉണ്ട്. കിഡ്സ്, ഷെല്ലി, അതുപോലെയുള്ള കുറച്ച് ഓതേഴ്സ് ഒക്കെ ഉണ്ട്. സോ വേർഡ്സ്വർത്ത്, അതുപോലെ കോളറിഡ്ജ്, ബൈറൺ, അങ്ങനെയുള്ള കുറെ ഓതേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് വരുന്ന തീംസ് നമുക്കറിയാം, ഇമോഷൻസ്, നേച്ചർ, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസം, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്ന തീംസ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കുന്ന സമയത്ത് റൊമാൻറ്റിക് പോയിറ്റ്സും അവര് ആ തീം, റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റിൽ വന്നിട്ടുള്ള തീംസും കാര്യങ്ങളും എങ്ങനെ അവർ അവരുടെ വർക്ക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് പോയിറ്റ്സ് ആൻഡ് ദെയർ തീംസ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. Then comes BGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ചുറി. 19th സെഞ്ചുറിയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കുറച്ച് നോവൽസ് ആണ് പഠിക്കാനുള്ളത്. ചാൾസ് ഡിക്കൻസിന്റെയും അതുപോലെ തന്നെ ജെയിൻ ഓസ്റ്റന്റെയും എമിലി ബ്രോണ്ടിന്റെയും തോമസ് ഹാർഡിയുടെയും ഒക്കെ കുറച്ച് വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആൻഡ് ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ടൈം വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സൊസൈറ്റി, ആ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും പഠിക്കാനുണ്ടാവുക. ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അതെങ്ങനെയാണ് പീപ്പിളിനെ എഫക്ട് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൻ ആയിട്ടും ആ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ക്യാരക്ടർ അനാലിസിസ്, അതുപോലെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം ആ ഒരു വർക്കുകൾ നിങ്ങൾ മെയിൻ ആയിട്ടും അനലൈസ് ചെയ്യാൻ. സോ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ കോർ പേപ്പേഴ്സ്. ഇനി നമ്മുടെ സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സിലേക്ക് നോക്കാം.
ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. BPCG 173 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. പിന്നെ വരുന്ന പേപ്പർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. BPAG 174 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് വരുന്നുണ്ട്. BCOS 183 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. ആൻഡ് ഇ കൊമേഴ്സ് ആണ് വരുന്നത്. BCOS 184. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന ഇലക്ടീവ് പേപ്പേഴ്സ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന BPCS 183 വരുന്നുണ്ട്. അതുപോലെ തന്നെ BPCS 184 സ്കൂൾ സൈക്കോളജിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്ന പേപ്പേഴ്സ് 10 പേപ്പേഴ്സ് ആണ്. അത് നിങ്ങൾ എടുത്തിട്ടുള്ള ഇലക്ടീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾ ഏതൊക്കെയാണ് എക്സാമിന് എഴുതാൻ പോകുന്നത് ഉള്ളത്. സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആയിട്ടും വരുന്നത്. ടോട്ടൽ 10 പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ടോട്ടൽ 6 കോർ പേപ്പേഴ്സും ബാക്കി 4 ഇലക്ടീവ് അല്ലെങ്കിൽ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജി വരുന്നത്. സോ ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടിപ്സ് തരാം. അതായത് പ്ലാൻ യുവർ സ്റ്റഡീസ്. നമുക്കറിയാം ക്രെഡിറ്റ് ബേസ്ഡ് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ കോർ പേപ്പേഴ്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇന്റർ ഡിസിപ്ലിനറിക്ക് നമ്മൾ സമയം കൊടുക്കരുത് എന്നല്ല, രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോർ പേപ്പേഴ്സിന് കൊടുക്കുക കുറച്ചും കൂടി അധികം സമയം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര സമയം ഈ ഒരു പേപ്പറിന് അങ്ങനെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. ദെൻ ഇൻകോപ്പറേറ്റ് ടെക്സ്റ്റൽ റെഫറൻസസ്. അതായത് നമുക്കറിയാം നമ്മുടെ ലിറ്ററേച്ചർ പേപ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഏതൊരു ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ഇൻടെക്സ്റ്റ് ആയിട്ടുള്ള റെഫറൻസസ് കൊടുക്കും വിത്ത് എക്സാമ്പിൾസ്. ഇപ്പൊ എന്തൊരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്ന സമയത്തും അതിന്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റിനകത്തു നിന്നുള്ള തന്നെ എക്സാമ്പിൾസും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു വിത്ത് പ്രൂഫ് എന്നുള്ള പറഞ്ഞ പോലെ ഒരു ആ ടെക്സ്റ്റിന് തന്നെയുള്ള ഒരു കൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട് കോട്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആൻസറിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ അത് കൂട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. യൂസ് വിഷ്വൽ എയ്ഡ്സ്. ഒരു മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം കുറെ ലിറ്റററി മൂവ്മെന്റ്സ് ഉണ്ടാവും, കുറെ സെഞ്ചുറീസുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, കുറെ ഓതേഴ്സിന്റെ പേര്, ടൈം ലൈൻസ്, ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതിലൊരു മൈൻഡ് മാപ്പ് വേണം. അത് മാത്രമല്ല നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതൊരു ലിറ്ററേച്ചർ ടെക്സ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തും ആ ഒരു സൊസൈറ്റീനെ അത് കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് എപ്പോഴാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കുറിച്ച് വലിയ ഐഡിയ കിട്ടിയ അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് എഴുതുമ്പോൾ വളരെ ഈസി ആയിരിക്കും. കാരണം ഏതൊരു വർക്ക് എടുക്കുമ്പോഴും അതിന്റെ ആ ഒരു ലിറ്റററി പീരീഡ് എന്താന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന തീംസ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഊഹിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു പ്രോപ്പർ മൈൻഡ് മാപ്പ്, ഒരു വിഷ്വൽ എയ്ഡ് അതുണ്ടായിരിക്കാം. പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം ഹോളിലായിരിക്കരുത് നിങ്ങളുടെ ഒരു എസ്സേസ് ഒക്കെ എഴുതി ട്രൈ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് എങ്ങനെ ഞാൻ അതിന്റെ ആൻസർ മൗൾഡ് ചെയ്തെടുക്കും എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതി നോക്കണം. ഒരു തീം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എത്രയൊക്കെ തീം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കണം. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിന് റാൻഡം ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഒരു എസ്സേ ഡേ എന്ന് പറയുന്ന പോലെ എഴുതുക. അറ്റ്ലീസ്റ്റ് ഒരു എസ്സേങ്കിലും ഒന്ന് എഴുതി നോക്കുക ഒരു പേപ്പറിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ, എവിടെയാണ് ആ ഒരു ഷോർട്ട് കമ്മിങ്സ് വരുന്നത്, ടൈം ആണോ മാനേജ് ചെയ്യാൻ പറ്റാത്തത്, അല്ലാതെ പോയിന്റ്സ് റിക്കളക്ട് ചെയ്യാൻ പറ്റാത്തതാണോ പ്രശ്നം എന്നുള്ളതിനുള്ള ആ ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ ആ ഒരു ആൻസർ ആദ്യം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. എക്സാം ഡേ സ്ട്രാറ്റജീസ്. എക്സാം ഡേയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം എസ്സേസ് ആണ് എഴുതാനുള്ളത്, കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് അധികം ടൈം ഒക്കെ പോവാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു എസ്സേ സ്റ്റാർട്ടിംഗ് എസ്സേ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ലെങ്തി ആയിട്ടൊക്കെ എഴുതിയിട്ട് അവസാനത്തേക്ക് വരുമ്പോൾ ടൈമൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നേക്കാട്ടിലും കൂടുതൽ ഒരു പ്രോപ്പർ ടൈം സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക ഓരോ ആൻസറിനും. ഒരു എസ്സേക്ക് ഞാൻ ഇത്ര ടൈം, ഞാൻ 20 minutes to 30 minutes എന്റെ ഈ ഒരു എസ്സേക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ ഷോർട്ട് ആൻസറിന് ഞാൻ ഒരു 10 to 15 minutes കൊടുക്കും. അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം സ്കെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ആൻസർ എൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇഫക്റ്റീവ് പ്രസന്റേഷൻ. നമുക്കറിയാം എസ്സേസ് എഴുതുന്ന സമയത്ത് കുറേ പോയിന്റ്സ് നമുക്ക് എഴുതാനുണ്ടാവും. അപ്പൊ നമ്മൾ എഴുതുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതുപോലെ അത് വായിക്കുന്ന ആൾക്കും കാണാൻ പറ്റണം എന്നുള്ളത് ഉറപ്പ് വരുത്താൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുക. യൂസിങ് എ പെൻസിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ എന്തെങ്കിലും കോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പോലെ തന്നെ എഴുതുക. ഒന്നല്ലെങ്കിൽ കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ നോക്കുന്ന ഒരു എക്സാമിനറിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓക്കെ ഇതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം കോണ്ടന്റ് എഴുതിയിട്ടുണ്ട്, ക്വാളിറ്റിയുള്ള ആൻസർ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. സോ ഇതാണ് എക്സാം ഡേ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ എക്സാംസ് ഒക്കെ എടുത്തു, ഇനി വലിയ ബ്രേക്കും കാര്യങ്ങളോ ഒന്നുമില്ല, ഇനി എക്സാം കഴിയുന്ന വരെ ആ ഒരു പഠിത്തം അങ്ങനെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക. 2 ദിവസം കുറെ ഇരുന്ന് പഠിച്ചു, പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തു, അങ്ങനെയൊന്നും ചെയ്യാതെ പഠിക്കുന്ന സമയം നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. ആൻഡ് നമുക്കറിയാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഒക്കെ നന്നായി വായിക്കുക കേട്ടോ. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ബ്രേക്ക് എടുക്കുക. ആ ഒരു മൈൻഡ് നമ്മൾ എപ്പോഴും റിഫ്രഷ് ചെയ്ത് തന്നെ ഇരിക്കുക. ഒരു 1 hour പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു 5 to 10 minutes ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് വേണം പിന്നെയും പഠിക്കാൻ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഇരുന്ന് പഠിക്കരുത് കേട്ടോ. So remember, literature is not just about stories and poems. It's about understanding humanity and the world we live in. Approach it with curiosity and passion. So literature എന്ന് പറയുന്നത് it's not just stories and poems. അത് എന്താണ് വേൾഡ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നുകൂടിയാണ്. അപ്പൊ അതൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാതെ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ടിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് എൻജോയ് ലേണിംഗ്, അതാണ് ലിറ്ററേച്ചർ കൊണ്ട് നിങ്ങളുടെ ആ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഉള്ള പോലെ നിങ്ങൾ ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യുക. സോ എക്സാംസ് ഒക്കെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ റെഗുലർ ആയിട്ട് കിട്ടാനും അപ്ഡേഷൻ ഒക്കെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾ എപ്പോഴും ഓൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്താക്കണം, നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. സോ പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.